പയറ് പലതരത്തിലുണ്ട്. ഓരോന്നും അതാത് രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ള രുചി കിട്ടുള്ളൂ. ചിലത് മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കും, ചിലത് തോരനായിട്ട് ഉണ്ടാക്കും. ഇപ്പൊ കുറ്റിപ്പയറ്, വള്ളിപ്പയറ്, പച്ചപ്പയറ്, വെള്ളപ്പയറ്, ചുവന്ന പയറ്. ഇന്നിപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല നാടൻ വള്ളിപ്പയറാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ട്. ഇത് നമ്മൾ മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെക്കുമ്പോഴാണ് അതിന് കൂടുതൽ സ്വാദ്. ഇനി ഇത് അരിയാം. അപ്പൊ 2 ഭാഗവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളല്ല, ഒരു ഇത്തിരി വലുപ്പത്തില് കഷ്ണങ്ങളാക്കി മുറിക്കാം. കട്ടിംഗ് ബോർഡിലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ഒരു പിടി എടുത്ത് 2 ഭാഗം കളഞ്ഞ് അതിൽ വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ഇതാ ഇതുപോലെ. ഇനി കയ്യിൽ വെച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ അതാ മുഴുവൻ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് ഉള്ളി മുളകും ചതച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ സമയമില്ല എന്നുണ്ടെങ്കിൽ ഉള്ളി അരിഞ്ഞ് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ മെഴുക്കുവരട്ടിയുടെ സ്വാദ് എന്ന് പറയുമ്പോൾ ഉള്ളി മുളകും നന്നായി ചതച്ചുണ്ടാക്കുന്നത് തന്നെയാണ്. ഇതിലേക്ക് ഒരു 6 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഞെട്ടി കളഞ്ഞിട്ട് നന്നായി ചതയ്ക്കാം. ഇതിപ്പോ പാകത്തിനുള്ള എരിവാണ്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 എണ്ണം കൂട്ടാം. ഇത് നന്നായി ചതയ്ക്കണം. നന്നായി ചതഞ്ഞില്ലെങ്കിൽ മുളകിന്റെ തൊണ്ട അങ്ങനെ കിടക്കും, അത് സ്വാദ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഒരു പിടി ചുമന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ഉള്ളി. അതും കൂടെ ഇട്ടിട്ട് നന്നായി ചതയ്ക്കാം. ഉള്ളിയും കൂടുതലുണ്ടെങ്കിൽ തന്നെയാണ് സ്വാദ് ഉണ്ടാവുക. നന്നായി ചതച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഈ മെഴുക്കുവരട്ടി നമ്മൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ്. അപ്പൊ അതിനായിട്ട് ഒരു ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച ഉള്ളി മുളകും ചേർക്കാം. അപ്പൊ എപ്പോഴും നാടൻ മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക. ഇനി നന്നായി ഇളക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം ഇളക്കാൻ, കരിയാതെ നോക്കണം. ഇപ്പൊ അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പയറ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കാം. തീ നന്നായി കുറച്ചിടണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കും. ഇതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കണില്ല, അതുകൊണ്ട് തന്നെ തീ കുറച്ചിടാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. എന്നിട്ട് നന്നായി ഇളക്കി കുറച്ച് സമയം മൂടി വെക്കാം. ഉപ്പ് ഇപ്പൊ ചേർക്കണ്ട. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇവിടെ നമ്മൾ റോക്ക് സോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് സാധാരണ ഉപ്പിനേക്കാളും കുറച്ച് കൂടുതൽ ഇട്ടാൽ മാത്രമേ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അവരവർ ഉപയോഗിക്കുന്നത് ഏതാന്ന് നോക്കിയിട്ട് അതിന്റെ പാകത്തിനനുസരിച്ച് ഇടുക. നന്നായി ഇളക്കി ഒന്നും കൂടെ മൂടി വെക്കാം. ചെറിയ തീയിൽ തന്നെയാണ്, കൂട്ടിയിട്ടില്ല. ഇപ്പൊ ഇതാ കുറച്ച് സമയം ആയിട്ടുണ്ട്. തുറന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പൊ പയറ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഒരു പിടി തേങ്ങാക്കൊത്ത്. ഇതും കൂടെ ചേർക്കുമ്പോൾ മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക രുചിയാണ്. ഇത് ചേർത്തിട്ട് നന്നായി ഇളക്കാം. ഇനി തീ കുറച്ച് തന്നെ ഇട്ടിട്ട് തുറന്ന് വെച്ച് നന്നായി ഒന്ന് വലിയിച്ചെടുക്കാം. ഇപ്പൊ അതാ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, എന്നാൽ കൂടെ പെട്ടെന്ന് ആയി കിട്ടും. ഇനി സമയമില്ലാത്തവർക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് വേവിക്കാം. അപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വിസിൽ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് തീ ഓഫ് ചെയ്താൽ മതി. മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.